ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽസ് പേപ്പർ വ്യൂവിന്റെ മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരേക്കും 5 മാച്ചാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽസ് ഈ വരുന്ന ശനിയാഴ്ചയാണ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കിക്ക് ഓഫ് ആയിരിക്കാം 9:30 സോണി സ്പോർട്സ് കൊടുത്തിട്ടുള്ളത്. 10:30 മെയിൻ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ്. അപ്പോൾ സോണി സ്പോർട്സ് കൊടുത്ത സമയമാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് 9:30 എന്ന്. അപ്പോൾ ജസ്റ്റ് ആ സമയത്തൊന്ന് നോക്കിയിട്ട് 10:30 വെച്ചാലും മതി. പിന്നെ എല്ലാ പ്രഡിക്ഷൻ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ പറയുന്ന എല്ലാ റിസൾട്ടും കറക്റ്റ് ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻസും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് വുമൺസ് ചാമ്പ്യൻഷിപ്പ് ആണ്. വുമൺസ് ചാമ്പ്യനായ ബെയ്ലി വേഴ്സസ് പൈപ്പർ നിവിൻ, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് ചിലപ്പോൾ നല്ല മാച്ച് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ചെൽസി ഗ്രീൻ റിംഗ് സൈഡിൽ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്നത് പോലെയെല്ലാം ഈ മാച്ചിൽ കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ചെൽസി ഗ്രീൻ്റെ റെഫറി ബാക്ക് സ്റ്റേജിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സെഗ്മെന്റ് ഇതിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഈ മാച്ചിൻ്റെ അവസാനം ബെയ്ലി തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്ന മാച്ച് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ ജെറ്റ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഫോഴ്സസ് ഷെയ്ന ബേസ്ലർ ആൻഡ് സോയി സ്റ്റാർക്ക് ഫോഴ്സസ് ആൽബ ഫയർ ആൻഡ് ഐല ഡോൺ, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനം എന്താണ് സംഭവിക്കുക? ജെറ്റ് കാർഗിൽ ബിയാങ്ക ബെല്ലർ ടീം തോൽക്കുമോ? പുതിയ ടാഗ് ടീം ചാമ്പ്യൻസ് വരുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനൊന്നും ഈ മാച്ചിൽ സാധ്യതയില്ല. അതായത് ഈ മാച്ചിന്റെ അവസാനം ജെറ്റ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവര് തന്നെയായിരിക്കും സ്റ്റിൽ ചാമ്പ്യൻസായി മുന്നോട്ട് പോവുക. അപ്പോൾ ഇവര് എന്നാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തോൽക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ സമ്മർ സ്ലാമിലൊക്കെ ആയിരിക്കും ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തോറ്റ് പിന്നീട് ബിയാങ്ക ബെല്ലറും ജെറ്റ് കാർഗിലും പിരിഞ്ഞുകൊണ്ട് ഇവർക്കൊരു വലിയ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് റസൽ മേനിയയിൽ മാച്ച് വരിക. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ മാച്ചിൽ എന്റെ പ്രൊഡിക്ഷൻ ജെറ്റ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്ന മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ സാമി സെയിൻ ഫോഴ്സസ് ജെറ്റ് കേബിൾ, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത? ആൽഫ അക്കാഡമി ടീമിന്റെ സഹായത്തോട് കൂടിയിട്ട് ജെറ്റ് കേബിൾ ചാമ്പ്യൻ ആകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാച്ചിൽ ജെറ്റ് കേബിൾ വിൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതായത് സാമി സെയിൻ തന്നെയായിരിക്കും ഈ മാച്ച് വിൻ ചെയ്യുക. മാച്ചിന്റെ അവസാനം ജെറ്റ് കേബിൾ ഓട്ടീസുമായി പ്രശ്നമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഓട്ടീസ് ജെറ്റ് കേബിളിനെ അറ്റാക്ക് ചെയ്യാനോ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ മാച്ചിന്റെ അവസാനമായിരിക്കാം, അല്ലെങ്കിൽ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഓട്ടീസ് ജെറ്റ് കേബിളിനെ അറ്റാക്ക് ചെയ്തേക്കാം. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും സാമി സെയിൻ ആണ് ഈ മാച്ച് വിൻ ചെയ്യുക. അപ്പോൾ മാച്ചിന്റെ അവസാനം ഞാൻ പറഞ്ഞ പോലെ ഓട്ടീസ് അറ്റാക്ക് ചെയ്തുകൊണ്ട് ആൽഫ അക്കാഡമി ടീം ജെറ്റ് കേബിളിനെ വിട്ട് പിരിഞ്ഞു പോകുന്നതായിട്ട് ഈ മാച്ചിൻ്റെ അവസാനം കാണിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ജെറ്റ് കേബിൾ പുതിയ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു വരും. അത് മറ്റാരുമല്ല ക്രീഡ് ബ്രദേഴ്സ് ആയിരിക്കും. അവരുമായിട്ട് ഒരു ചെറിയ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും ഈ അടുത്ത് നടന്ന റോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഈ മാച്ചിൽ നടക്കാൻ ചാൻസ് ഉള്ളത്. എൻ്റെ പ്രൊഡിക്ഷൻ സാമി സെയിൻ. അടുത്ത മാച്ച് WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഡ്രൂ മാക്കൻടയർ, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡാമിയൻ പ്രീസ്റ്റിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഈ മാച്ചിൽ റിംഗ് സൈഡിൽ ജഡ്ജ്മെന്റ് ഡയറിലുള്ള ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാൻ ചെയ്ത് മാക്കൻടയർ ഫിൻ ബാലറെ തോൽപ്പിച്ച് അവസരം വാങ്ങിയെങ്കിലും അവരെല്ലാം മാച്ചിന്റെ അവസാനം വരും. അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരാൾ വരും. അത് മറ്റാരുമല്ല CM Punk ആണ്. CM Punkന്റെ ഒരു ഇടപെടൽ കാരണം മാക്കൻടയർ തോൽക്കുമെന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഡാമിയൻ പ്രീസ്റ്റ് ഈ മാച്ചിൽ വിൻ ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഡാമിയൻ പ്രീസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ ജയിക്കാൻ ചാൻസ് ഉള്ളത് ഡാമിയൻ പ്രീസ്റ്റ് ആണ്. പക്ഷേ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഡ്രൂ മാക്കൻടയർ ആണ്. അതായത് ഡ്രൂ മാക്കൻടയർ ഇതിനു മുൻപ് സ്വന്തം ഹോം ടൗണിൽ ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ മത്സരിച്ചപ്പോൾ തോറ്റുപോയി. ഇതിപ്പോൾ രണ്ടാമത്തെ അവസരമാണ് മാക്കൻടയറിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാച്ചിലും തോറ്റു പോകുന്നത് പോലെ കാണിച്ചാൽ അവിടെയുള്ള ഫാൻസ് അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. അതുപോലെ അവിടെ കൊണ്ടുവന്ന് CM Punkനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ ഫാൻസ് ഭയങ്കരമായി ബൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് CM Punkന്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ WWE ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഡ്രൂ മാക്കൻടയർ ആണ്. മാക്കൻടയർ വിൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് ഫാൻസുമായി സെലിബ്രേറ്റ് ചെയ്യാനാണ് ചാൻസ്. നോക്കാം ഈ മാച്ചിൽ മാക്കൻടയർ വിൻ ചെയ്ത് ചാമ്പ്യൻ ആകുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ CM Punk വരാണെങ്കിൽ ഈ മാച്ചിൽ മാക്കൻടയർ തോൽക്കും. CM Punk വന്നിട്ടില്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അടുത്ത മാച്ച് WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് ഒരു ഐ ക്വിറ്റ് മാച്ച് ആയിട്ടാണ് നടത്തുന്നത്.
ഇതിനു മുൻപ് ഇവർ നടന്ന മാച്ചും വേറെ ലെവലായി ഹിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പ്രതീക്ഷയിലാണ് വീണ്ടും ഈ മാച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനം OC ടീമെല്ലാം വന്നുകൊണ്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ പോകുന്നത് പോലെ കാണിച്ചേക്കാം. അതുപോലെ മുൻപ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ബ്ലഡ് മാച്ച് ആയിട്ട് നടത്താൻ പ്ലാൻ ഉണ്ട് എന്ന്. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ AJ സ്റ്റൈൽസ് ജയിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല, കോഡി റോഡ്സ് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ കോഡി റോഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പ്രൊഡിക്ഷനിൽ പറയാനായിട്ടുള്ളത്.